ഹലോ ഹായ് നികിത റവിലാണ്. ഇന്ന് ലഞ്ച് പ്രിപ്പറേഷനാണ്. അപ്പം ഇന്ന് വേറെ ഡൗട്ടോ കാര്യങ്ങളോ ഒന്നുമില്ല. നല്ല ചോറും ചിക്കൻ കറിയും പിന്നെ ചിക്കൻ വറുത്തത് ഇതാണ് പ്ലാൻ ചെയ്തിട്ടുള്ളത്. വേറെ പ്രത്യേകിച്ച് ഒന്നുമില്ല. ചിക്കൻ വറുക്കാനുള്ളതും കറി വെക്കാനുള്ളതും ഞാൻ ജസ്റ്റ് ഒന്ന് മാഗ്നേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. എളുപ്പപ്പണിയായിട്ട് ആദ്യമൊക്കെ ഞാൻ കുക്കറിലായിരുന്നു ചിക്കൻ കറി വെക്കാറ്. അപ്പോൾ ഇപ്പം ഇവിടെ വന്നപ്പോൾ ഒരു ചട്ടി വാങ്ങിയിട്ടുണ്ട്. ഏട്ടൻ പറയും ചട്ടിയിൽ ചിക്കൻ കറി വെച്ചു എന്ന് പറയും. അതുകൊണ്ട് ഇനി ചിക്കൻ കറി ചട്ടിയിലാണ് വെക്കുന്നത്. വെളുത്തുള്ളി നന്നാക്കി തരാനൊന്നും ഏട്ടൻ ഇവിടെ ഇല്ല. എനിക്കാണെങ്കിൽ ഭയങ്കര പാടുമാണ്, മടിയാണ് വെളുത്തുള്ളി നന്നാക്കി പറഞ്ഞാൽ. വെളുത്തുള്ളി, പച്ചമുളക്, ഇഞ്ചി ഇത് മൂന്നും കൂടി മിക്സിയിലൊന്ന് ജസ്റ്റ് ക്രഷ് ചെയ്തിട്ട് ഞാൻ വറുക്കുന്നതിൽ മാഗ്നേറ്റ് ചെയ്ത് വെച്ചില്ലേ അതിൻ്റെ അകത്ത് കൂട്ടി ഒന്ന് യോജിപ്പിക്കും. അതുപോലെ തന്നെ കറിയിലും കൂടി ആഡ് ചെയ്യും. അതിന് വേണ്ടിയിട്ടാണ്. ചട്ടിക്ക് കഴുകി വൃത്തിയാക്കി ഇനി നമ്മൾ ഗ്യാസിലോട്ട് വെക്കാൻ പോവാണ്. ചട്ടി ചൂടായി വെളിച്ചെണ്ണയാണ് ഇട്ട് ഒഴിക്കുന്നത്. മുളകിട്ട ചിക്കൻ കറിയാണ് വെക്കാൻ ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് വെളിച്ചെണ്ണയിലാണല്ലോ ഉണ്ടാക്കുന്നത്, നന്നായിട്ട് വരാം. ഇനി അതിലോട്ട് ഞാൻ ഓൾറെഡി സവാള കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് 2 ചെറിയ സവാളയാണ് ഇട്ട് കൊടുത്തിട്ട് അത് അതിലോട്ടിട്ട് നന്നായിട്ട് വഴറ്റി കൊടുക്കുക. കുറച്ച് ഉപ്പും കൂടി ഇട്ടാൽ കുറച്ചും കൂടി വേഗം വഴണ്ടി വരുമല്ലോ. അപ്പോൾ ഉപ്പും ഇട്ട് വഴറ്റി അതിലോട്ട് ഗ്രാമ്പൂ പട്ടല്ല, അതുകൊണ്ട് അതിൻ്റെ ബേ ലീഫാണ് എടുക്കുന്നത്. പിന്നെ ഒരു ഏലക്കായൊക്കെ ഇട്ട് പിന്നെ പെരിഞ്ചീരകം ഒക്കെ ഇട്ട് നന്നായിട്ട് വഴറ്റി കൊടുക്കാം. നേരത്തെ ഞാൻ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ക്രഷ് ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ, അതും ഈ സമയത്ത് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. അതിൻ്റെ പച്ചമണക്കം മാറുന്ന വരെ നന്നായിട്ട് വഴറ്റി കൊടുക്കും. മഞ്ഞൾപ്പൊടി, മുളക് പൊടി, കുറച്ച് മല്ലിപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അത് നന്നായിട്ട് എല്ലാം കൂടി വഴറ്റാം. നന്നായിട്ട് വഴറ്റിയതിന് ശേഷം അതിൻ്റെ അകത്തോട്ട് ഞാൻ ഓൾറെഡി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഒരു പൊട്ടാറ്റോ, അതിട്ട് കൊടുക്കുക. പിന്നെ മാഗ്നേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കനും കൂടി ഇട്ട് നന്നായിട്ട് വഴറ്റി അടച്ചു വെക്കാം. ഈ സമയം ഞാൻ കുറച്ച് ചൂടുവെള്ളം വെക്കുന്നുണ്ട്. നമുക്കിതിലേക്ക് ഗ്രേവി കൂട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് ചൂടുവെള്ളം ആക്കിയിട്ട് അതിൻ്റെ അകത്തേക്കൊന്ന് ഒഴിച്ചു കൊടുക്കണം, ഇല്ലെങ്കിൽ പിന്നെ അടി പിടിച്ചു പോകും. വെള്ളം ഒഴിച്ച് സോട്ട് ചെയ്തിട്ട് വീണ്ടും അടച്ചു വെച്ച് വേവിക്കുക. എന്നിട്ട് കുറച്ചും കൂടി കഴിഞ്ഞിട്ട് ബാക്കി കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം. അച്ഛനും മോനും കൂടി പുറത്തേക്ക് പോയതാണ്. അപ്പം ഞാൻ ജസ്റ്റ് അവർ വരുന്നുണ്ടോ എന്ന് അങ്ങനെ നോക്കിക്കാണ്. എനിക്ക് തക്കാളി കിട്ടാനുണ്ട്, അതുപോലെ മല്ലിയിലയും കിട്ടാനുണ്ട്. ആ ഇടയ്ക്ക് ഇനി ചിക്കൻ വറുക്കാനുള്ളതും കൂടി വറുക്കാം. ചിക്കൻ കറി നല്ല തിളച്ച് വരുന്നുണ്ട് കേട്ടോ. വാവയേട്ടനും വന്നിട്ടുണ്ട്. മല്ലിയിലയും തക്കാളി, തൈര്, പാല് ഇതൊക്കെ കിട്ടിയിട്ടുണ്ട്. നമ്മളെ നാട്ടിലൊക്കെ ഇപ്പം ഈ ബ്ലാക്ക് കവർ ഉപയോഗിക്കുന്നില്ല. പക്ഷെ ഇവിടെ നമുക്ക് എപ്പോഴും ഈ ബ്ലാക്ക് കവറിൽ തന്നെ കേട്ടോ കിട്ടുക. ആക്ച്വലി ഏട്ടനും മോനും പോയത് കുറച്ച് ലേബേഴ്സിനെ വേറെ സൈറ്റിലേക്ക് അയക്കാനുണ്ടായിരുന്നു. അപ്പോൾ വാവ വാശി പിടിച്ചിട്ട് കൂടെ പോയതാണ്. അപ്പോൾ പോയപ്പോൾ അവിടെ പോയി അവരൊക്കെ കണ്ടിട്ട് വാവൻ്റെ വിശേഷങ്ങൾ പറയാം കേട്ടോ ഏട്ടൻ്റെ അടുത്ത്. ചിക്കൻ കറി ഒരു സൈഡിൽ നിന്ന് റെഡി ആവുന്നുണ്ട്, അതുപോലെ തന്നെ ഇപ്പുറത്തെ സൈഡിൽ ചിക്കൻ വറക്കുകയാണ് കേട്ടോ. ഇനി ഒരു തക്കാളി കട്ട് ചെയ്തിട്ട് നമുക്ക് ചിക്കൻ കറിയിലോട്ട് ഇട്ട് കൊടുക്കാം. അത് കഴിഞ്ഞ് കുറച്ചും കൂടി കഴിഞ്ഞിട്ട് മല്ലിയിലയും കൂടി ഇട്ട് കൊടുക്കണം. ഈ നേരം കൊണ്ട് തൈരും കൂടി ഉണ്ടാക്കാം. അത് നമുക്കിവിടെ പുളിപ്പില്ലാത്ത തൈരാണ് കിട്ടുക. അപ്പോൾ ഞങ്ങൾ ചെറിയ പാക്കറ്റാണ് വാങ്ങുക, അത് മതിയാവും. ഞാൻ വേറെ ഒന്നും ഇടുന്നില്ല. കുറച്ച് ഓനിയനും പിന്നെ ഇത്തിരി മല്ലിയിലയും ഉപ്പും മാത്രമേ ഇടുന്നുള്ളൂ. ചിക്കൻ വറുത്തതൊക്കെ റെഡി ആയിട്ടുണ്ട്. ചിക്കൻ കറി റെഡിയായോ നോക്കാൻ വേണ്ടിയിട്ട്, വെന്തിട്ടുണ്ടോ നോക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഉരുളക്കിഴങ്ങ് ഉണ്ടല്ലോ അതൊന്ന് നോക്കിയിട്ട് അത് വെന്തിട്ടുണ്ടോ നോക്കിയാൽ ചിക്കനും വെന്തിട്ടുണ്ട് എന്നാണ്. അങ്ങനെയാണ് സാധാരണ എല്ലാവരും പറയും. ഞാനും അതുപോലെ തന്നെയാണ് ചെക്ക് ചെയ്യാറ്. നോക്കിയപ്പം ഏകദേശം വെന്തിട്ടുണ്ട്. അതുകൊണ്ട് ഇനി കുറച്ച് മല്ലിയില അതിൻ്റെ മേലെ വിതറി കൊടുക്കുക. വെളിച്ചെണ്ണ മേലെ ഒന്നും കൂടി പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. ഞാനത് ഒഴിക്കുന്നില്ല. ഫസ്റ്റ് നമ്മൾ ഒഴിച്ചുകൊണ്ട് അത്യാവശ്യം അതിൽ എടുക്കുന്നുണ്ട്. പിന്നെ എരിവൊക്കെ കറക്റ്റായിട്ട് തോന്നി. അതുകൊണ്ട് ഇനി വെളിച്ചെണ്ണ ഒഴിക്കുന്നില്ല. മല്ലിയില മാത്രം ഇട്ടിട്ട് ഗ്യാസ് ഓഫ് ചെയ്ത് അടച്ചു വയ്ക്കാം. ചിക്കൻ വറുത്തതിലേക്ക് ചെറിയൊരു ഗാർണിഷിങ് ഉണ്ട് കേട്ടോ. കുറച്ച് മല്ലിയിലയും കുക്കുമ്പറൊക്കെ വെച്ച് കൊടുക്കാം.
ചിക്കൻ ലെഗ് പീസ് വാവക്കുള്ളതാണ് കേട്ടോ. വാവക്ക് സ്പെഷ്യലായിട്ട് പറയും എനിക്ക് ലെഗ് പീസ് വേണം, അത് പൊരിച്ച് കിട്ടണം എന്ന് പറയും. അതുകൊണ്ട് അത് വാവക്ക് മാത്രം ആക്കി വെച്ചതാണ് കേട്ടോ. അങ്ങനെ ഇന്നത്തെ എൻ്റെ ലഞ്ച് പ്രിപ്പറേഷനൊക്കെ കഴിഞ്ഞു. ചോറ്, മുളകിട്ട ചിക്കൻ കറി, തൈര്, ചിക്കൻ വറുത്തത്, നാരങ്ങ അച്ചാറ്, കുക്കുംബർ. ഞങ്ങൾ കഴിക്കാൻ പോവാണ് കേട്ടോ. ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നെക്സ്റ്റ് വീഡിയോയിൽ കാണും വരെ ബൈ ഫ്രം നികിത റബൽ.